നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൊതുസേവന ആപ്പായ മെട്രാഷ് 2 വഴി കമ്പനികൾക്ക് തൊഴിലാളികളുടെ താമസാനുമതി അഥവാ റെസിഡൻസി പെർമിറ്റ് ഓട്ടോമാറ്റിക്കായി പുതുക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് ഖത്തറിൽ അധികൃതർ. മെട്രാഷ് 2-വിൽ ഇതിനായി ഏർപ്പെടുത്തിയ പ്രത്യേക ഓപ്ഷനിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതോടെ കമ്പനിയിലെ തൊഴിലാളികളുടെ RP കാലാവധി തീരുന്ന പക്ഷം ഓട്ടോമാറ്റിക്കായി ഇത് പുതുക്കപ്പെടുന്നതായിരിക്കും. ഇതേ തുടർന്ന് പുതിയ ID കാർഡ് അതത് കമ്പനികളുടെ ഓഫീസുകളിൽ നേരിട്ട് എത്തിച്ചു നൽകുകയും ചെയ്യുന്നതാണ്. ഇതിനായി രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്ക് ഖത്തർ നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകേണ്ടതാണ്. ഈ അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായി റിന്യൂവൽ ഫീസ് ഈടാക്കുകയാണ് ചെയ്യുക. അതേസമയം മെട്രാഷ് 2 ആപ്പിന്റെ പുതിയ സേവനങ്ങൾ സംബന്ധിച്ച് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം സംഘടിപ്പിച്ച സെമിനാറിലാണ് പുതിയ സേവന വിവരങ്ങൾ വിശദീകരിച്ചത്. നിലവിൽ 20 ലക്ഷം ഉപഭോക്താക്കളാണ് മെട്രാഷ് 2 ആപ്പിന് ഇപ്പോൾ ഉള്ളത്. അറബിക്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, മലയാളം, ഉറുദു, സ്പാനിഷ് എന്നീ ഭാഷകളിലായി 220 സേവനങ്ങളാണ് ആപ്പ് ഇപ്പോൾ നൽകി വരുന്നത്. കാലാവധി തെറ്റാത്ത ID-യും സ്വന്തമായി മൊബൈൽ നമ്പറുമുള്ള ആർക്കും ഈ ആപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മെട്രാഷ് ഉപഭോക്താക്കളുടെ എണ്ണം 20 ലക്ഷം കവിഞ്ഞതായി ആഭ്യന്തര മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആപ്ലിക്കേഷൻ വഴി സേവനങ്ങൾ സംബന്ധിച്ച അന്വേഷണങ്ങൾ 9 ദശലക്ഷം കവിഞ്ഞിട്ടുമുണ്ട്. ഈ വർഷം മാത്രം 5.5 ദശലക്ഷം സേവനങ്ങളാണ് മെട്രാഷ് വഴി നൽകി വരുന്നത്. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് മാറ്റിവെക്കൽ, ക്രിമിനൽ പരാതി രജിസ്ട്രേഷൻ, ട്രക്ക് പെർമിറ്റുകൾ തുടങ്ങിയവയാണ് പുതുതായി മെട്രാഷ് 2-വിലെ പുതിയ സേവനങ്ങളിൽ പ്രധാനപ്പെട്ടതായി പറയപ്പെടുന്നത്. ഇതിലൂടെ നിരവധി സേവനങ്ങളാണ് ഈ അടുത്ത കാലത്തായി മെട്രാഷ് 2-വിലും മന്ത്രാലയം വെബ്സൈറ്റിലുമായി കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിൽ നേരിട്ടെത്തുന്ന സന്ദർശകരുടെ എണ്ണം കുറയ്ക്കുകയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നതെന്നും ആഭ്യന്തര വകുപ്പ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.